വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. നിങ്ങൾക്ക് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. ഇതിപ്പം ഞാൻ നിൽക്കുന്ന വീടിന്റെ വിൻഡോയിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ദൃശ്യമാണ് കേട്ടോ. ഇവിടെ എവിടെയാണ് പുകപടലം മൂടി ഇങ്ങനെ പരസ്പരം മനുഷ്യനെ കാണാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്നത്. അത്രയും സംഘർഷഭരിതമായ അവസ്ഥയിലൂടെയാണ് ഇസ്രയേൽ കടന്നു പോകുന്നതെന്നൊക്കെ പറഞ്ഞ് നാട്ടിലെ മാധ്യമങ്ങളൊക്കെ ഇരുന്ന് തള്ളുന്നുണ്ട്. എന്റെ പൊന്നോ, എന്തൊരു തള്ളാണോ, തള്ളി തള്ളി മുല്ലപ്പെരിയാർ പൊട്ടി. പക്ഷെ അത് അങ്ങനെയൊന്നുമല്ല, അത്രയും കാം ആൻഡ് ക്വയറ്റ് ആണ്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. സത്യത്തില് ഇസ്രയേൽ നടത്തുന്നത് ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരമാണെന്ന് തന്നെ പറയാം. നിങ്ങളുടെ വീട്ടിൽ വേറെ ആൾക്കാർ വന്ന് താമസിച്ചിട്ട് അവര് പറയാണ് ഇത് ഞങ്ങളുടെയാണ്, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാ ഈ സാധനം ഞങ്ങളുടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട് നിങ്ങൾ എഴുതി കൊടുക്കൂ. അതുപോലെ തന്നെയുള്ളൂ ഇസ്രയേലും. എന്ത് ചെയ്യാനാ ലോറൻസ്, അവനും നിന്നെ പോലെ വിവരമില്ലാത്തവനായി പോയില്ല. കഴിഞ്ഞ 2 മാസമായിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നവർക്കറിയാം, നാട്ടിലെ മാധ്യമങ്ങൾ കിടന്ന് തള്ളുന്നതാണ് ഇവിടുത്തെ സ്ഥിതിഗതികള്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടി. തൃശൂർ വെടിക്കെട്ട് നടക്കുമ്പോഴും ഒരു വടക്കം താഴെ വീഴുമോ എന്ന പേടിയിൽ നിൽക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്കും ഒരു പേടി ഉള്ളിലുണ്ട്. ആ പേടി എന്ന് പറയുന്നത് കച്ചവടം ചെയ്യാനുള്ള സംഭവമല്ല. കച്ചവടം ചെയ്യാനുള്ള സംഭവമല്ല, അത് എല്ലാവർക്കും ഉള്ളൊരു പേടിയാണ് ഞങ്ങൾക്കും ഉള്ളത്. ഇവിടെ ഇന്നലെ പറയുന്നത് കേട്ടോ, നിങ്ങളൊന്ന് ഓർത്തു നോക്ക്, കേരളത്തിന്റെ മുഖ്യമന്ത്രി നാളെ നാട് വിളിച്ചൊരു വാർത്ത വന്നാൽ നിങ്ങൾ എവിഡൻസ് നോക്കത്തില്ലേ? എവിഡൻസ് നോക്കും. ഇവിടെ ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു അറ്റത്ത് കിടക്കുന്ന ഒരാള്, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു ഇവിടുന്ന് ഒളിച്ചോടി എന്നൊരു വാർത്ത നിങ്ങൾ ഇടുമ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങൾ എന്താണ് വിചാരിക്കേണ്ടത്? ഞങ്ങളുടെ നാഥൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി, ഞങ്ങളുടെ അവസ്ഥ എന്തെന്നാണ്? നിങ്ങൾ എന്ത് എവിഡൻസ് കണ്ടിട്ടാണ്? ഞങ്ങൾ എന്ന് പറയുന്നത് മീഡിയയാണ്, ഞാൻ ഏഷ്യാനെറ്റ് കുറ്റം പറയല്ല. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് അങ്ങനെ വാർത്ത കൊടുക്കുന്നത്? ഞങ്ങളുടെ അമ്മമാര് വിളിച്ച് അല്ലെങ്കിൽ ഇവിടെ വിളിച്ച് പറയാം, മോനെ പ്രധാനമന്ത്രി നാട് വിട്ടു, മക്കളിങ്ങ് പോരെ. ഞാൻ ചോദിച്ചു എവിടെ നിന്നേ വാർത്ത? അവക്ക് തോന്നിയതൊക്കെ പറയാൻ പ്രവർത്തിക്കാം, ചോദിക്കാനാണല്ലേ എന്ന് വെച്ച് നിലവിലാടി ഞങ്ങളെ തോൽപ്പിക്കാൻ. വേറെ എവിഡൻസ്? അതുപോലെ തന്നെ മറ്റൊരു ചാനലിൽ പറയുന്നു അങ്ങോട്ട് കയറി ആക്രമിച്ചു, ഹമാസിനെ അങ്ങോട്ട് കയറി ആക്രമിച്ചു. അപ്പം ഒക്ടോബർ 7 എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിനകത്ത് ഈ ഹമാസിൽ നിന്ന് എന്താണ് അശരീരിയാണ് ഇങ്ങോട്ട് വന്നത്? കണ്ണുള്ളവർ കണ്ടുകൂടെ നിങ്ങൾക്ക്? ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതല്ലേ? ഇപ്പം ഭൂരിപക്ഷം നല്ല മുസ്ലിംസിനെ പോലും അങ്ങേയിറങ്ങി. സൗദി അറേബ്യ കൂട്ടു നിൽക്കുന്നുണ്ടോ? പാലസ്തീനിലുള്ള പാവപ്പെട്ട അമ്മമാരും അവരുൾപ്പെടെ പറഞ്ഞ ഉടനെ ഞങ്ങൾക്ക് ഹമാസിനെ വേണ്ട. എന്തേ വാർത്ത ഇടാത്തത്? അതായത് മറ്റേ ഇതല്ലടാ, പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ.